നല്ല കൃപയുള്ളവർ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകും. അതിന് ശ്രവണാഭിഷേകം എന്ന് പറയും. ഭയങ്കര വലിയ സബ്ജക്റ്റാണ് ശ്രവണാഭിഷേകം. അപ്പോസ്തലന്മാർക്ക് കർത്താവ് പറഞ്ഞ ഒന്നും മനസ്സിലാകുന്നില്ല ഇനി ഒരു കാലത്ത്. അവരതുകൊണ്ട് ആ സമയത്ത് വേറെ വല്ലതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. വലിയവൻ ആരാണ്, ആർക്കാണ് അധികാരം, അങ്ങനെയൊക്കെ. അവർ കർത്താവ് പറയണത് ആ കർത്താവിൻ്റെ ലൈൻ ഓഫ് തോട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഈശോയോട് പറഞ്ഞ് മനുഷ്യപുത്ര ശത്രുക്കളെ ഏൽപ്പിക്കും, അവരെന്നെ പീഡിപ്പിക്കും, പതിക്കും, 3-ാം ദിവസം ഉയർത്തി നിൽക്കും എന്നൊക്കെ പറയുമ്പോഴും ഇവർക്കത് കേൾക്കാൻ പറ്റണില്ല, ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അവർ റിജക്റ്റഡ് ആവും, റിജക്റ്റ് ചെയ്യും അത്. അപ്പം ഈശോ അപ്പായോട് പറയും, അപ്പ ഏറ്റവും വലിയൊരു സംഭവമാണ്, ഞാൻ വന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പക്ഷെ ഇതിൻ്റെ ആദ്യ അറിയിപ്പ് നടത്തിയപ്പോൾ തന്നെ ഇവർ എല്ലാവരും റിജക്ഷനാകാൻ തുടങ്ങി. അതിന് ഇനി എന്തു ചെയ്യും? അപ്പ പറഞ്ഞേ സാരമില്ല, അവരെയും കൂട്ടിക്കൊണ്ട് നീ താബോറിലേക്ക് വരാം, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അണ്ണന്മാരെ കൂട്ടിക്കൊണ്ട് താബോറിലേക്ക് ചെല്ലും. എല്ലാവരും അല്ല, 3 പേരെ, പത്രോസ്, യോഹന്നാൻ, യാക്കോബിനൊക്കെ കൂട്ടിക്കൊണ്ട്. അവിടെ ചെന്ന് അപ്പ ഇവരോട് പറയും, നിങ്ങൾ ഇന്നലെ പീഡാനുഭവമൊക്കെ കേട്ടല്ലേ, പ്രവചനം കേട്ടല്ലേ, നിങ്ങൾ കർത്താവിനെ ഈശോയെ മാറ്റി നിർത്തിയിട്ട് തടസ്സമൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് പറയും, നീ അവനെ ശ്രവിക്കണമെന്ന് പറയും. ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അങ്ങനെ ശ്രവിക്കാൻ ഉള്ള അഭിഷേകം കൊടുക്കും ഇവർക്ക്. അങ്ങനെ ശ്രവണാഭിഷേകം എന്ന് പറയും.